Hi, today is 25th of November. ഞാൻ ഓൾറെഡി BPCL ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് 1% ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ആയത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എല്ലാ സെക്ടേഴ്സും. സോ മോസ്റ്റ്ലി ബൈ ട്രേഡ് ആണ് നോക്കുന്നത്. BPCL ഓൾറെഡി ഞാൻ ഒരു സ്മോൾ പൊസിഷൻ റണ്ണിങ് ആണ്. ഒരു 2500 ക്വാണ്ടിറ്റി ഓൾമോസ്റ്റ് ഒരു 296.15 ആവറേജ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ പ്രോഫിറ്റിലേക്ക് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊസിഷൻ ആഡ് ചെയ്യാനാണ് പ്ലാൻ. BPCLന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം അപ്സൈഡ് മൊമെൻ്റം ആണ് കാണിക്കുന്നത്. ഇന്ന് BPCL ബൈ പൊസിഷൻ എടുക്കാനുള്ള മെയിൻ കാരണം നിഫ്റ്റി ഇത്രയും ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷവും നിഫ്റ്റി മുകളിലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ BPCL ആണെങ്കിൽ ഈ 298 എന്നുള്ള ആ ലെവൽ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 298 എബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പൊസിഷനിലേക്ക് ആഡ് ചെയ്യാനാണ് പ്ലാൻ. ഇപ്പം നിയർലി ഒരു 7000 അടുത്ത് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇപ്പം ടൈം സ്റ്റാമ്പ് നമ്മൾ ഒരു 15 മിനിറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് നേരത്തെ ഈ 298 എന്നുള്ള ഒരു നല്ല സപ്പോർട്ടാണ്. അത് പ്രീവിയസ്ലി 298 സപ്പോർട്ട് എടുത്താണ് പോയിരുന്നത്. അതിനുശേഷം ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ പ്രീവിയസ് ഡേയുടെ ഹൈ ആയിട്ട് 298 ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ നിൽപ്പുണ്ട്. അവിടെ BPCL അവിടെ സസ്റ്റെയിൻ ആകുകയാണെങ്കിൽ വീണ്ടും ഒരു ഹയർ അപ്സൈഡ് മൂവ് വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ക്യാൻഡിൽ ഇതിന് മേളിൽ സസ്റ്റെയിൻ ആകുന്നുണ്ട്. സോ കുറച്ചും കൂടെ പൊസിഷനിലേക്ക് ആഡ് ചെയ്യാനാണ് പ്ലാൻ. ഒരു 2500 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 5000 ക്വാണ്ടിറ്റീസ് ആയി. അടുത്ത് നമുക്ക് SL സെറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 295.9 296 ആ റേഞ്ച് 296 ട്രിഗർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 296 വന്നാൽ നമുക്ക് നിയർലി ഒരു 5000 റേഞ്ചിൽ ലോസ് വരും. 5000 7000 റേഞ്ച്. ഓൾറെഡി നല്ലൊരു അപ്സൈഡ് മൊമെന്റം വന്നിട്ടുണ്ട്. നമുക്ക് ടാർഗറ്റ് എവിടെ ബുക്ക് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 303 ആ റേഞ്ചിൽ നിന്നാണ് പ്രീവിയസ്ലി ഒരു സെൽ ഓഫ് വന്നിരിക്കുന്നത്. അറൗണ്ട് ഒരു 303.57 ആ ഒരു റേഞ്ചിനിടയ്ക്ക് അവിടുന്ന് റിവേഴ്സൽ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഞാനൊരു 303.56 ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യും. റെസ്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാൻ പ്ലാൻ ഇല്ല. മാർക്കറ്റ് നമുക്ക് എന്തോരം ഹയർ സൈഡ് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി നല്ല ബുള്ളിഷ് ആണ്. BPCL ആണ്, വീക്ക്നെസ് ഒന്നും കാണിക്കുന്നില്ല.
സോ നമുക്ക് എത്രമാത്രം അപ്സൈഡ് മൂവ് ആവുമെന്ന് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. സോ എൻ്റെ ഒരു വേ ഓഫ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ടോട്ടൽ ക്വാണ്ടിറ്റി എന്താണെങ്കിലും ഇവിടെ ബുക്ക് ചെയ്യുന്നില്ല. ഒരു 303.5 ആ റേഞ്ചിൽ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് റെസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യോ, അതുപോലെ ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുവാണ്. നിയർലി ഒരു 2500 ക്വാണ്ടിറ്റി സെയിം സ്റ്റോപ്പ് ലോസ് തന്നെ. ബാക്കിയുള്ള നമ്മുടെ 2500 ക്വാണ്ടിറ്റീസ് കുറച്ച് നേരം മുമ്പ് പറഞ്ഞ ടാർഗറ്റിലേക്ക് ലിമിറ്റ് ആയിട്ട് പ്രൈസ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 303.5 ക്വാണ്ടിറ്റി ആണെങ്കിൽ 2500. ഇപ്പോൾ 2500 ക്വാണ്ടിറ്റീസ് ഓൾമോസ്റ്റ് 303.55 ആ റേഞ്ചിൽ എക്സിറ്റ് ആവും. റെസ്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് നമ്മുടെ SL തിരിച്ചിറങ്ങുവാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പം നമ്മൾ വാച്ച് ചെയ്യുന്നതുകൊണ്ട് ഇനി പെട്ടെന്നൊരു ഡൗൺഫാൾ വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും മോഡിഫൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് വീണ്ടും 5000 ക്വാണ്ടിറ്റിക്ക് ആക്കി തന്നെ വെക്കും, നല്ല ഡൗൺ സൈഡ് വരുവാണെങ്കിൽ. പക്ഷെ ആസ് ഓഫ് നൗ വീക്ക്നെസ് ഒന്നുമില്ല, സ്റ്റിൽ നല്ല സ്ട്രോങ് ആണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ത്രീ 303.5 ഇപ്പം 2500 ക്വാണ്ടിറ്റി എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി റെസ്റ്റ് 2500 ക്വാണ്ടിറ്റി ആസ് ഓഫ് നൗ എക്സിറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് വാച്ച് ചെയ്യാം, വാച്ച് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യാം. ജസ്റ്റ് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ നിയർ ആയിട്ട് വെക്കാം. അപ്പോൾ അൺടിൽ ആൻഡ് അൺലെസ് ഒരു 300.95 ഈ ഒരു റേഞ്ച് താഴോട്ട് വരാതെ BPCL ബെയറിഷ് ആണെന്നുള്ളൊരു വ്യൂവിലേക്ക് എനിക്ക് വരുന്നില്ല, എനിക്ക് തോന്നുന്നില്ല ബെയറിഷ് ആകുമെന്ന്. സോ അപ്സൈഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു റേഞ്ചിലേക്ക് ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പൊസിഷൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് മാറ്റുവാണ്. സോ ഒരു 300.95 ആ ഒരു റേഞ്ചിലോട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് മാറ്റി. ഇനിയിപ്പോൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് കുറച്ച് കുറയുമായിരിക്കും. പക്ഷേ അപ്സൈഡ് പൊട്ടൻഷ്യൽ എന്തോരം ഹ്യൂജ് എന്ന് നമുക്കറിയില്ല.
അതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ വില്ലിങ് ആണ്. സോ 300.95 എത്തി സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ അപ്സൈഡ് എന്തോരം പോകുന്നു, മാർക്കറ്റ് റിവേഴ്സ് ആകുന്നത് വരെ പൊസിഷൻ ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ. ഫൈനലി BPCLന്റെ മോഡിഫൈ ചെയ്തിരുന്ന SL അടിച്ചു. നിയർലി ഒരു 24K പ്രോഫിറ്റ് ഉണ്ട്. വിൽ സീ യു ടുമോറോ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.